മലപ്പുറം പെരിന്തൽമണ്ണയിൽ വ്യാപാരി ആക്രമിച്ച് 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ 4 പേർ പോലീസിന്റെ പിടിയിലായി. തൃശൂരിൽ നിന്നാണ് കണ്ണൂർ തൃശൂർ സ്വദേശികളായ പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. സംഘത്തിൽ 5 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ഇന്നലെ രാത്രിയാണ് നാടിനെ നടുക്കിയ രീതിയിൽ കവർച്ച നടന്നത്. യൂസഫും ഷാനവാസും വീട്ടിലേക്ക് കയറുന്നതിന് തൊട്ടു മുൻപ് ഇതാ ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് വെച്ചാണ് അവരുടെ സ്കൂട്ടർ ഈ അക്രമി സംഘം ഇടിച്ചു വീഴ്ത്തുന്നതും ആക്രമിക്കുന്നതും. കൃത്യമായ ആസൂത്രണത്തോടെ സ്വർണം കവർന്നു. സ്കൂട്ടറിന്റെ ഡിക്കിയിൽ വെച്ചിരുന്ന 3.5 കിലോ സ്വർണം കവർന്നു. 35 വർഷമായി സ്വർണ്ണ വ്യാപാരം നടത്തുന്ന കിനാദിയിൽ യൂസഫും സഹോദരൻ ഷാനവാസും കടയിൽ സുരക്ഷ കുറവായതുകൊണ്ടാണ് ദിവസവും സ്വർണം വീട്ടിലേക്ക് മാറ്റിയിരുന്നത്. ഈ വിവരം ചോർന്നു കിട്ടിയ സംഘം രാത്രി 8:30 കവർച്ച നടത്തി. ആയുധം വെച്ച് 4 അംഗ സംഘം മുഖത്തേക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് യൂസഫ് 24-നോട്. ഒരു വൈറ്റ് വണ്ടി ഞങ്ങൾ ക്രോസ് ചെയ്ത് നിർത്തി, അതായത് തട്ടി മറിച്ചിട്ടു. മറിഞ്ഞതിൻ്റെ ഇടയിൽ അവരെന്തൊരു ഉപകരണം വെച്ച് ഇടിച്ചതാണ് ഈ പാട് കാണുന്നത്. പിന്നെ അനിയൻ്റെ മുഖത്ത് അടിച്ചു. അപ്പോൾ സ്റ്റിച്ചുണ്ട്, ഉള്ളിൽ 5-6 സ്റ്റിച്ചുണ്ട്. അങ്ങനെ ഞങ്ങൾ തട്ടിമറിച്ചിട്ട് അവർ ഞങ്ങളെ ഓർണമെൻറ്റ്സും അടങ്ങുന്ന ബാഗ് എടുത്ത്. മണിക്കൂറുകൾക്കുള്ളിൽ 4 പേർ തൃശൂർ പോലീസിന്റെ പിടിയിൽ. വാഹന പരിശോധനയിലാണ് കണ്ണൂർ സ്വദേശി ലിജിൻ രാജൻ, തൃശൂർ സ്വദേശികളായ നിഖിൽ, സജിത്ത്, പ്രബിൻലാൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തത്. സംഘത്തിലുള്ള 5 പേർക്കായി തിരച്ചിൽ തുടരുന്നു. പിടിയിലായവരിൽ നിന്ന് കവർച്ച നടത്തിയ സ്വർണം കണ്ടെത്തിയിട്ടില്ല. ഇത് വീണ്ടെടുക്കാനായി പ്രത്യേക അന്വേഷണവും നടക്കുന്നുണ്ട്. 24 മലപ്പുറം, തൃശൂർ.